ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബാബു ഹറമിൽ മദീനത്ത്. മദീന ഹറമാണെന്ന് പറയുന്ന ബാബ്. ഹറസഹല്ലാഹ് ആമീൻ. അൽ ഫസ്ലുൽ അവ്വലു അൻ അലിയിൻ റളിയല്ലാഹു അൻഹു അന്നഹു ഖാല മാ കതബ്ന അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി അള്ളാൻ്റെ റസൂലിനെ തൊട്ട് ഞങ്ങൾ എഴുതിയെടുക്കാറില്ല എന്തല്ലാതെ ഇല്ലൽ ഖുർആൻ അല്ലാതെ വമാ ഫി ഹാദിഹി സ്വഹീഫ ഈ ലീസ്റ്റിലുള്ള ഒന്നിനെ അല്ലാതെയും. കാല എന്നിട്ട് അലി റളിയല്ലാഹു അൻഹു പറയാണ്, കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാൻ്റെ റസൂൽ പറഞ്ഞു, അൽ മദീനത്തു ഹറാം, മദീന ഒരു ഹറമാണ്. ഇവിടെ മക്ക ഹറമായതുപോലെ ഈ കാണുന്ന മദീനയും ഹറമാണ്. മാബൈന ഐരിൻ ഇല ഹൗർ, അതാ ആ ഐറ് മുതൽ ഈ സൗറ് വരെ ഇത്ര സ്ഥലം ഹറമാട്ടതാണ്. പിന്നെ ഫമൻ അഹദസ ഫീഹാ ഹദസൻ, ആരെങ്കിലും ഈ മദീനയിൽ ഒരു പുതിയ കാര്യം പുതുക്കിയാൽ, ഔ ആവാ മുഹദിസൻ, അതല്ലെങ്കിൽ ഒരു മുഹദിസിനിക്ക് ഓൻ സംരക്ഷണം കൊടുത്താൽ, ഞാൻ കൊണ്ടുവന്ന ആശയം സത്യദീനുണ്ടല്ലോ, ഇതിലെന്തെങ്കിലും ഒരു പുതിയ സംഗതി ആരെങ്കിലും ഈ സ്ഥലത്ത് പുതുക്കുകയോ അതല്ലെങ്കിൽ ഈ മദീനയിൽ ആരെങ്കിലും ഒരു പുതുക്കിയാൾക്ക് സംരക്ഷണം കൊടുക്കുകയോ ചെയ്താൽ, ലഅനത്തുല്ലാഹി അലൈഹി വൽ മലായികത്തി വന്നാസി അജ്മഈൻ, അള്ളാഹുവിൻ്റെയും മലായികത്തിൻ്റെയും സർവ്വജനങ്ങളുടെയും ശാപമനുണ്ടാവുന്നതാണ്. ലാ യഖ്ബലു മിന്നു സർഫും വലാ അദൽ, സുന്നത്തോ ഫറല്ലായ അമലുൻ സ്വീകരിക്കപ്പെടുന്നതല്ല. ദിമ്മത്തുൽ മുസ്ലിമീൻ വാഹിദ, മുസ്ലിമീങ്ങൾ എല്ലാ മുസ്ലിമിൻ്റെയും ദിമ്മത്ത് ഒരേ സ്ഥാനമാണ്. യസ്ആ ബിഹ അദ്നാഹും, അതുമായിട്ട് സഅയ് ചെയ്യാവുന്നതാണ്, നടക്കാവുന്നതാണ് ഏറ്റവും താഴ്ന്നവനിക്കും. ഫമൻ അഖ്ഫറ മുസ്ലിമൻ, ആരെങ്കിലും ഒരു മുസ്ലിമിനെ നിസാരമാക്കിയാൽ, ഫഅലൈഹി ലഅനത്തുല്ലാഹി വൽ മലായികത്തി വന്നാസി അജ്മഈൻ. ഏത് ലോക്കലും ഒരു അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹി എന്ന് പറയുന്ന ആ ഒരു വിശ്വാസം ദൃഢമായി കൽബിലുള്ളൊരു മനുഷ്യൻ, ഓന് ചിലപ്പം ഇബാദത്തിലും മറ്റും കമ്പിയുള്ളവനൊക്കെയാണ് ഇക്കാരം ഒക്കെ ആണെങ്കിലും മുസ്ലിം എന്ന് പറഞ്ഞ സാധനം കിട്ടണാക്കുന്ന അഹദുണ്ടല്ലോ, ഓൽക്കൊക്കെ സമമാണ്, വാരി സാരമായി കാണാൻ പാടില്ല. ലാ യഖ്ബലു മിന്നു സർഫും വലാ അദൽ വമൻ വാലാ ഖൗമൻ ബിഗൈരി മവാലിഹി ഫഅലൈഹി ലഅനത്തുല്ലാഹി വൽ മലായികത്തി വന്നാസി അജ്മഈൻ. ആരെങ്കിലും പിന്നെ വമൻ വാല, ആരെങ്കിലും വാലിയായാൽ, അതായത് ഒരു വിധി ഒരു കീഴിൽ നിൽക്കുന്ന ഒരാളെ നിയന്ത്രണം ഏറ്റെടുത്താൽ, ബിഗൈരി ഇതിനി മവാലിഹി, അതിൻ്റെ മൗലകളുടെ അനുവാദം കൂടാതെ ആരെങ്കിലും ഒരു കൗമിനിക്ക് എന്തായാൽ വാലിയായാൽ, നിയന്ത്രണം ഏറ്റെടുത്താൽ, ഫഅലൈഹി ലഅനത്തുല്ലാഹി വൽ മലായികത്തി വന്നാസി അജ്മഈൻ ലാ യഖ്ബലു മിന്നു സർഫുൻ വലാ അദൽ മുത്തഫഖുൻ അലൈഹി. ഫീ റിവായത്തിൽ ലഹുമാ, ബുഖാരി മുസ്ലിം മറ്റു റിപ്പോർട്ട് ഇങ്ങനെയുള്ളത്, വമൻ ഇദ്ദഅ ഇലാ ഗൈരി അബീഹി, ആരെങ്കിലും സ്വന്തം വാപ്പയല്ലാത്ത ഒരാളിലേക്ക് വാദിച്ചു ചേർന്നാൽ, അവന് വാപ്പല്ലാന്ന് എന്താണ് ഇക്കാര്, ഞാൻ ഇന്നാലിൻ്റെ വാപ്പാൻ്റെ തറവാട്ട് ജനിച്ച ആളാണ്, അല്ലെങ്കിൽ ഇന്നാലിൻ്റെ കുടുംബത്തിൽപ്പെട്ട ആളാണ്, അല്ലെങ്കിൽ ഇന്നാലിൻ്റെ വാപ്പാൻ്റെ മാനാണ് എന്നുകൊണ്ട് വേറെ ഒരാളിലേക്ക് വേദിച്ചു ചേർന്നാൽ, ഔ തവല്ല ഗൈറ മവാലിഹി, തൻ്റെ ഇവരല്ലാത്തവർക്ക്, തൻ്റെ അടിമകളല്ലാത്ത ഒരാളെ തൻ്റെ അടിമകളാക്കി ഓൻ്റെതാക്കി മാറ്റിയാൽ, ഫഅലൈഹി വൽ മലായികത്തി വന്നാസി അജ്മഈൻ ലാ യഖ്ബലു മിന്നു സർഫുൻ വലാ അദൽ. വഅൻ സഅദ് റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നി യുഹരിമു, ഞാൻ ഹറമാണെന്ന് പഠിപ്പിക്കുന്നു, മാ ബൈന ലാബത്തൈൽ മദീന, ഈ മദീനയുടെ രണ്ട് പാറക്കല്ല് കണ്ടില്ലേ, ഈ രണ്ട് പാറകൾക്കിടയിൽ, ഈ രണ്ട് കുന്നുകൾക്കിടയിലുള്ള സ്ഥലം ഹറമാണെന്ന് ഞാനിത് പ്രഖ്യാപിക്കുന്നു. പിന്നെ അഥവാ അൻയഖത ഇല്ലാഹുമ, ഈ ഇല്ലാഹുഹ, ഈ മദീനയിലുള്ളതാകുന്ന ഈ രണ്ട് ലാഭത്തിനിടയിലല്ലേ പിന്നെ പച്ചപ്പുല്ല് പറിക്കപ്പെടലിനെയും ഔ യുക്കത്തല സൈദുഹ, അവിടുത്തെ വേട്ടമൃഗം വേട്ടയാടപ്പെടലിനെയും ഞാനിതാ ഹറാമായിട്ട് പ്രഖ്യാപിക്കുന്നു. ഫഖാല,
തങ്ങൾ പറയുകയാണെങ്കിൽ മദീനത്തു ഹൈറുല്ലഹും, ജനങ്ങൾക്ക് മദീന ഹൈറാൻ, ലൗകാനു യഅലമൂൻ, അവർ അറിയുകയായിരുന്നുവെങ്കിൽ, ലാ യദൗഹ അഹദുൻ, ഒരാൾ മദീനയെ വെടിയൂല, റഹബത്തൻ അൻഹ, ആ മദീനയെയും വിട്ട് പൂതി വെച്ചതിന് വേണ്ടി ഒരാൾ മദീനയെ റഗിബ ഫീഹി എന്നോ റഗിബ അൻഹു എന്നോ മാറ്റമുണ്ട്. റഗിബൻ്റെ ശേഷം ഫീ വന്നു കഴിഞ്ഞാൽ, റഗിബ എന്ന ഫീലിനെ ശേഷം ഫീ വന്നു കഴിഞ്ഞാൽ കൊതിച്ചു എന്നാ മാന. റഗിബിൻ്റെ ശേഷം അന്ന് വന്നു കഴിഞ്ഞാലോ ചടച്ചു എന്നാ മാന. അപ്പോൾ റഗിബൻ്റെ ശേഷം ഇവിടെ അന്നല്ലേ, റഗബ അതിനെയും വിട്ട് ഊതിയൊക്കെ എന്താണ് വേണ്ടാന്ന് വെച്ചു, മദീന വേണ്ടാന്ന് വെച്ച് കണ്ട ഒരാൾ ഒഴിവാക്കൂല. പിന്നെ ഇല്ല അബ്ദുലല്ലാഹു ഫീഹ, ആ മദീനയിൽ അള്ളാഹു പകരമാക്കിയിട്ടല്ലാതെ മന്നു ഹൈറു മിൻഹു, ഇതിനേക്കാൾ നല്ലൊരു മനുഷ്യനാണ്. ഒരാൾ മദീന ചുമാണ്ടച്ച് വിചാരിച്ചാണ് മദീനയിൽ നിന്ന് വിട്ടെറിഞ്ഞു പോയാൽ ഓനേക്കാൾ നല്ലൊരു മനുഷ്യൻ അള്ളാഹു സുബ്ഹാനഹു വ തആല മദീനയിൽ സ്ഥാപിക്കും. ഫലാ യസ്ബുതു അഹദുൻ അലാ ലാവാഇഹ, ആ അന്തരീക്ഷത്തിൻ്റെ ഇടങ്ങേറിൻ്റെ മേലിൽ ഒരാളും ഉറച്ചു നിൽക്കൂല. ശരിക്കും മദീന എന്നാൽ ചിലർക്ക് പനിച്ചു, ചിലർക്കാട് ചെന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പം ക്ലൈമറ്റ് പിടിച്ചാൽ ഇടങ്ങേറൊക്കെ ആവും. ആ ക്ലൈമറ്റിൻ്റെ മേലിൽ ഒരാളും ഉറച്ചു നിൽക്കൂല. ഇപ്പോൾ ജുഹുദിഹ, അവിടുത്തെ വിഷമത്തിൻ്റെ മേലും ഉറച്ചു നിൽക്കൂല. ഇല്ലാ കുന്തുലഹു ഷഫിയ, അവന് ഞാൻ ശുപാർശകനായിട്ടല്ലാതെ, ഔ ഷഹീദ, അല്ലെങ്കിൽ ഷഹീദായിട്ടല്ലാതെ യൗമൽ ഖിയാമ, അന്ത്യനാളിൽ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മദീനത്തിൽ പറഞ്ഞാൽ ചിലപ്പോൾ പനിച്ചേക്കാം, ചിലപ്പോൾ അവിടുത്തെ അന്തരീക്ഷത്തിൻ്റെ ക്ലൈമറ്റ് പിടിക്കാതെ ചിലപ്പം തളർന്നു കിടന്നേക്കാം, അല്ലെങ്കിൽ ചിലപ്പം എന്തെങ്കിലും ഇടങ്ങേറും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായേക്കാം. സാരെല്ലാം പിന്നെ മദീനല്ലേ, എന്നാൽ എന്താവും, ഞാൻ അവന് ഷഫിയാവും അല്ലെങ്കിൽ ഷഹീദാവും. ഷഫീന്ന് ഷഫീന്നാണോ മുത്തനബിൻ്റെ വായിന്ന് വന്നതെന്നുള്ളൊരു ഷക്കുറാവിയാണ്, റാബിൻ്റെ സംശയം. وعن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال رسول الله لا يصبر على ലാവാ ഇൽ മദീന വശിദ്ദത്തിഹ, മദീനയുടെ ലാവായിൻ്റെ മേലും അതിൻ്റെ ശിദ്ദത്തിൻ്റെ മേലും ക്ഷമിക്കൂല അഹദുൻ, ഒരാളും, മിൻ ഉമ്മത്തി, ഉമ്മത്തിൽപ്പെട്ട ഒരാളും, ഇല്ലാ കുന്തു ലഹു ഷഫിയ യൗമൽ ഖിയാമ, അന്ത്യനാളിൽ അവനിക്ക് ഞാൻ ശുപാർശകനായിട്ടല്ലാതെ. റവാഹു മുസ്ലിം. പിന്നെ വൻഹു അന്നഹു ഖാല കാനന്നാസു, ആരാ പറഞ്ഞത്? അബൂ ഹുറൈറ. കാനന്നാസു, സഹാബത്ത് ആയി, ഇതാ പിന്നെ റഔ അവല സമറത്തി, ആദ്യ പഴം അവർ കണ്ടു കഴിഞ്ഞാൽ, ജാഊ ബിഹി ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തനബിൻ്റെ അടുത്തേക്ക് അവരത് കൊണ്ടുവരും. ഫൈദാ അഖദഹു, തവിധങ്ങൾ അത് കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ, കാല, തങ്ങൾ ദുആ ചെയ്ത് കൊടുക്കും, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ സമരിനാ, അള്ളാഹുവേ ഞങ്ങളുടെ പഴങ്ങളിൽ ഞങ്ങൾക്ക് നീ ബറക്കത്ത് ചെയ്യണേ. ബാരിക് ലനാ ഫീ മദീനത്തിനാ, ഞങ്ങൾ മദീനയെ ഞങ്ങൾക്ക് നീ ബറക്കത്ത് ചെയ്യണേ. ബാരിക് ലനാ ഫീ സാഇനാ, ഞങ്ങളുടെ സായിൽ ഞങ്ങൾക്ക് നീ ബറക്കത്ത് ചെയ്യണേ. ബാരിക് ലനാ ഫീ മുദ്ദിനാ, ഞങ്ങളുടെ മുദ്ദി ഞങ്ങൾക്ക് നീ ബറക്കത്ത് ചെയ്യണേ. അല്ലാഹുവേ ഇന്ന ഇബ്രാഹിം അബ്ദുക വ ഖലീലുക വ നബിയുക, ഇബ്രാഹിം അലൈഹിസ്സലാം നിൻ്റെ അടിമയും നിൻ്റെ ഖലീലും നബിയുമാണ്. എന്നാൽ വഇന്നി, ഞാനും അബ്ദുക വ നബിയുക, ഞാൻ എൻ്റെ നബിയും അബ്ദുമാണ്. അല്ലാഹ് വഇന്നഹു ദഅക ലിമക്ക, എൻ്റെ വല്യപ്പിയാവുന്ന ഇബ്രാഹിം അലൈഹിസ്സലാം മക്കൾക്ക് വേണ്ടി ദുആയിരുന്നു. പക്ഷെ ആ മൂപ്പര ദുആർക്കണതിന് മുമ്പ് എന്തായാലും മക്കൻ്റെ എന്ന് പറഞ്ഞാൽ ഒരു പച്ച പുല്ലില്ലാത്ത സ്ഥലം, പച്ച വെള്ളമില്ലാത്ത സ്ഥലം, ഒരു മനുഷ്യന് മറക്കാൻ പറ്റാത്ത സ്ഥലം. മൂപ്പൻ അങ്ങോട്ട് ദുആയിരുന്നു. പടച്ചോനെ, ആ ദുആയോട് കൂടി എന്തായി അറിയങ്ങൾ, പിന്നെ ജനങ്ങളുടെ ഒഴുക്കാണ്. പിന്നെ ഇന്നേ വരെ ഇതിൻ്റെ ഒഴുക്ക് നിന്നിട്ടില്ല. കൊറോണൻ്റെ നേരത്ത് ഇവർ പുട്ടിച്ചോണ്ട് നിന്നേക്കും, അല്ലാതെ നിന്നിട്ടില്ല, അത് നിൽക്കില്ല. അന്ന് അങ്ങോട്ട് ഉത്തരവ് പറഞ്ഞാണ്, എൻ്റെ വല്യപ്പ ദുആയിരുന്നില്ലേ. എന്നാൽ വാന അതൊഴുക്ക്, അള്ളാഹുവേ നിന്നോട് ഞാൻ ദുആർക്കുന്നു, ലിൽ മദീന, ഈ മദീനയ്ക്ക് വേണ്ടി ദുആർക്കുന്നു, വിസിരിമാക്കലി മക്ക, എന്നോട് എൻ്റെ വല്യപ്പ ദുആരുന്നുണ്ടല്ലോ, അതിൻ്റെ തുല്യമായ ദുആ ഈ മദീനയ്ക്ക് വേണ്ടി ഞാൻ എന്നോട് ദുആ ചെയ്യുന്നു. അല്ലാഹ്. പിന്നെ അത് മാത്രം പോരാ, വിസിലഹൂമഹൂ, അതിൻ്റെ ഡബിളും, മക്കൾക്ക് വേണ്ടി ദുആരുന്നതിൻ്റെ ഇരട്ടിക്കാൻ ഞാൻ ദുആരിക്കണത്. അത് പോരാ, അത്രയും കൂടി അത്രയും പിന്നെയുമാണ്. സുമ്മക്കാലാവിന് റിപ്പോർട്ടർ പറയാണ്, യദൂ നബിതങ്ങൾ വിളിക്കും, അസ്ഗറ വലീദില്ലഹൂ, തനിക്കുള്ള ചെറിയ കുട്ടിനെ വിളിക്കും. എങ്ങനെ അറിയോ? ആ പഴം കൊണ്ടുവന്ന ആളില്ലേ, മൂപ്പരോട് പറയും എൻ്റെ ചെറിയ കുഞ്ഞീ കുട്ടിനെ കൊണ്ടുവരിക അറിയും.
എന്നിട്ട് എന്ത് കാരണം സമറ, എന്നിട്ട് ആ സമറ ആർക്ക് കൊടുക്കും? ആ കിഴ കുട്ടിക്കാണ് കൊടുക്കും. റവാഹു മുസ്ലിം. വൻ നബി സഈദിൻ അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാല ഇന്ന ഇബ്രാഹിം അലൈഹിസ്സലാം ഹറമ മക്കത്ത, മക്കയെ ഹറമാക്കി. ഫജഅലഹാ, മുത്തനബി മദീനയാക്കി ഹറമാക്കി മാറ്റി. ഫഇന്നി ഹറംതുൽ മദീന ഹറാമൻ, ഈ മദീനയെ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത് ഇങ്ങനെയാണ്. അള്ളാഹു റസൂൽ പറഞ്ഞത്, ഈ മദീനയെ ഞാൻ ഹറമായി പ്രഖ്യാപിച്ചു. ഈ രണ്ട് പാറക്കല്ലിൻ്റെ ഇടയിലുള്ളതായിരിക്കുന്ന ഇടയിനെ ഞാൻ ഹറമായി പ്രഖ്യാപിച്ചു. അഥവാ അല്ലാ യുഹ്റാക ഫിഹാദമുൻ, ഈ മദീനയിൽ രക്തം ചിന്തപ്പെടരുത്. അങ്ങനെ ഇസ്തിമാലുണ്ട്. ഈ ഹാ ഏറെ വരും. ശരി, അറാക്കയിലേക്കാണ് ഫീല്. ഈ ഹുറാക്ക് എന്നൊരു ഹാ ഉണ്ടല്ലോ അവിടെ, അത് ശരിക്കും ഇസ്തിമാൽ വരുന്നൊരു ഹാ ആണ്. നിങ്ങൾ അസിൽ തപ്പിയൊക്കെ ഏത് കാണൂല. അറാക്കയിലേക്കിൻ്റെ ആണെങ്കിൽ അഹ്റാക്കയുഹ്രീക്കു എന്ന ഹാവ് കാണൂല. അത് അറബികളുടെ ഇസ്തിമാൽ വരുന്നൊരു ഹാ ആണത്. പിന്നെ രക്തം ചിന്തപ്പെടരുത് എന്നും, വല യുഹ്മല ഫീഹാ സിലാഹുൻ, മദീനയിൽ ആയുധം വാള് ചുമക്കപ്പെടരുത് എന്നും, യുദ്ധത്തിന് വേണ്ടി. വല തുഹബത്തു ഫീഹാ ഷജറാ, ഈ ഇവിടെ വൃക്ഷങ്ങൾ ചെയ്യരുത്, വെട്ടിവീഴ്ത്തപ്പെടരുത്. ഇല്ലാലിയാൻ, നാക്കാലിക്ക് തിന്നാൻ കൊടുക്കാൻ വേണ്ടിയല്ലാതെ മരം തച്ചു കൊയ്ക്കപ്പെടരുത്. റവാഹു മുസ്ലിം. പിന്നെ وعن عامر بن سعد رضي الله عنه إن سعدا ركب إلى قصره, സഅദ് റളിയല്ലാഹു അൻഹു തൻ്റെ കൊട്ടാരത്തിൽ കയറി. പിന്നെ ബിൽ അഖീഖ്, അഖീഖ് എന്ന സ്ഥലത്തിൽ, മദീനൻ്റെ അടുത്തുള്ള സ്ഥലമാണ് ഏത്? അഖീഖ് എന്ന സ്ഥലത്തുള്ളതായിരിക്കുന്ന തൻ്റെ ഖസറിലേക്ക് സഅദ് റളിയല്ലാഹു അൻഹു വാഹനം കയറി. വജദ അബ്ദൻ യഖ്തഉ ഷജറൻ, ആ സമയത്തുണ്ട് ഒരു അടിമയായ മനുഷ്യണ്ടല്ലോ, ഒരു മരത്തിനങ്ങനെ മുറിക്കുകയാണ്. ഔ യഹ്ബിത്തുഹു, അല്ലെങ്കിൽ വടി കൊണ്ട് തച്ചു കൊയ്ക്കുകയാണ്. ഇതാണ് ആര് കാണുന്നത്? സഅദ് റളിയല്ലാഹു അൻഹു കാണുന്നത്. ഫസലബഹു, മൂപ്പര തുണികൾ കഴിച്ചു. ഇത് കണ്ടപ്പോൾ സഅദ് റളിയല്ലാഹു അൻഹു ആ അടിമൻ്റെ ഡ്രസ്സ് കഴിച്ചു. അങ്ങനെ സഅദ് ഇങ്ങനെ വന്നപ്പോണ്ട് ജാഹു അഹ്ലുൽ അബ്ദി, അടിമൻ്റെ ആൾക്കാർ സഅദിൻ്റെ അടുത്ത് വന്നു. അപ്പോൾ കല്ലമൂഹു, വർത്താനം ഉണ്ടാക്കി. എന്തായാലും മനുഷ്യൻ്റെ ഡ്രസ്സ് വയ്ക്കാം. പിന്നെ ഇപ്പം കല്ലമൂഹിം ഔ അലൈഹിം, ഞങ്ങൾക്ക് കൊണ്ട അല്ലെങ്കിൽ ഗുലാമിൻ്റെ പേരിൽ ഈ വസ്ത്രം തിരിച്ചറിയാൻ വേണ്ടിങ്ങാണ്ട് സഅദ് റളിയല്ലാഹു അൻഹുവിനോട് ഈ അടിമൻ്റെ ആൾക്കാർ വന്നുങ്ങാണ്ട് വർത്താനം ഉണ്ടാക്കി. എന്ത് മാഹദമിൻ ഗുലാമി, ഗുലാമിൽ നിന്ന് കൊണ്ടുപോയ വസ്ത്രം തിരിച്ചു കൊടുക്കണമെന്ന് അറിഞ്ഞാണ്ട് അടിമൻ്റെ ആൾക്കാർ വന്നാണ് വർത്താനം ഉണ്ടാക്കി. പക്കാലം സഅദ് റളിയല്ലാഹു അൻഹു, ഔ പടച്ചോൻ കാക്കട്ടെ, ആ നറുദ്ദ ശൈഅൻ, ഞാൻ ശൈഅൻ തിരിച്ചു കൊടുക്കുക. നഫ്ഫലനീഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാൻ്റെ റസൂൽ എനിക്ക് വെറുതെ തന്നൊരു സാധനം ഞാൻ കൊടുക്കൂല. വാബാൻ യറുദ്ദാലേഹി, തിരിച്ചു വെക്കാൻ സമ്മതിച്ചു. റവാഹു മുസ്ലിം. എന്താ അറിയോ, അത് മദീനത്തെ ഈ മക്കൾക്ക് ഹറമാണ്. ഹറമിൽ നിന്ന് ഒരാൾ ഇല തച്ചു വയ്ക്കണതോ മരം മുറിക്കണതോ അനാവശ്യമായിരിക്കണത് കണ്ടിട്ടുണ്ടെങ്കിൽ തിരിച്ചു കൊണ്ടുപോകാൻ അവകാശം ആര് തന്നെ? അതെനിക്ക് റസൂൽ ഓഫർ തന്നാലേ, റസൂൽ തന്ന ഓഫർ ബാക്കിയാണ് ഞാൻ ചെയ്യൂല തന്നെയാണ്. പിന്നെ റവാഹു മുസ്ലിം. കാലത്ത് ലമ്മാ ഖദിമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്ത, മുത്തനബി മദീനത്ത് വന്നപ്പോൾ അബൂബക്കറും ബിലാൽ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബിലാലിനൊക്കെ ഭയങ്കര പനി ഇങ്ങനെ പിടിച്ചുപോയി. മദീനത്തേക്ക് വരികയല്ലേ, മക്കൻ്റെ മദീനത്തിൽ ക്ലൈമറ്റ് നല്ല മാറ്റമുണ്ട്. മദീനത്ത് ചെന്ന് നോക്കുമ്പം പെട്ടെന്ന് പനിച്ചാണ്. അതിലോ ഫജീത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആയിഷ ബി പറയാണ്, ഞാൻ അള്ളാഹിൻ്റെ റസൂലിൻ്റെ അടുത്ത് ചെന്നു. ഫഖബർതുഹു, ഞാൻ പറഞ്ഞു അള്ളാഹിൻ്റെ റസൂലെ ഇങ്ങനെയൊക്കെയാണ് സംഭവം. ഫഖാല, മുത്തനബി പറഞ്ഞു, അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈനൽ മദീനത, അള്ളാഹുവേ ഞങ്ങളെ കൽബിലേക്ക് മദീനയോടുള്ള ഹുബ്ബ് തരണേ. കമാ ഹുബ്ബിനാ മക്കത്ത ഔ അശദ്ദ, മക്കയോടുള്ള ഹുബ്ബ് അത്രയോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ആയിട്ട് ഈ മദീനയോട് ഞങ്ങൾക്ക് ഹുബ്ബ് ഞങ്ങൾ കൽബിൽ തരണേ. വസഹ്ഹിഹാ, ഈ മദീനയിൽ ഞങ്ങൾക്ക് ഇനി ആരോഗ്യം തരണേ. ആരോഗ്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ മെസ്സിലാക്കുക എന്നല്ല, രോഗമില്ലാതാക്കണേന് എന്താ പറയുക, ആരോഗ്യം തരണം. പിന്നെ ബാരിക്കലന ഫി സാഇന വ മുദ്ദിന, ഞങ്ങൾക്ക് ഈ മദീനയിലെ സായിലും മുദ്ദിലും ഞങ്ങൾക്ക് ബറക്കത്ത് ചെയ്യണേ. വങ്കുൽ ഹുമ്മാഹ, അല്ലാഹുവേ ഈ മദീനയുടെ പനിയെ നീ തട്ടിക്കളയണേ. ഫജിഅൽഹാ ബിൽ ജുഹ്ഫ, ഇവിടെ കൊണ്ടുപോയി ജുഹ്ഫികൾ കൊണ്ടുപോയി ഇടണേ എന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
വൻ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുമാ ഫി റുഅ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മദീനത്തി മദീനൻ്റെ കാര്യത്തിൽ മുത്തനബി കണ്ട സ്വപ്നത്തിൻ്റെ കാര്യത്തിൽ ഇബ്നു ഉമർ തൊടുത്തിട്ട് പോട്ടെ റായിത്തുമ്രാത്തൻ സൗദാ കറുത്തതായിരിക്കുന്ന പെണ്ണിനെ ഞാൻ കണ്ടു എന്ന് മുത്തനബി പറഞ്ഞതാണ്. എൻ്റെ മുത്തനബി കണ്ടീനത് അറിയോ? കറുത്തൊരു പെണ്ണിനെയാണ് മുത്തനബി എന്ന് കണ്ടത്. സായിറ റസി തലമുടിയൊക്കെ ആകെ ഇങ്ങനെ പറത്തിങ്ങോണ്ട് ഹറജത്ത് പിന്നെ മദീനത്തി ആ പെണ്ണ് മദീനയിൽ നിന്ന് വെളിയിലേക്ക് പോവുകയാണ്. അങ്ങനെ എന്ത് ചെയ്തു? ആ പെണ്ണ് അവിടെ പോയി ഇറങ്ങിയെന്ന് അറിവത്താൻ അതിലത്ത് മഹിയ മഹ്യ മഹ്യ എന്ന സ്ഥലത്ത് പോയിട്ട് ആ പെണ്ണിറങ്ങി. ഹദീസിലേക്ക് ഞാൻ വ്യാഖ്യാനം വെച്ചു. എന്ത്? അന്ന വബ അൽ മദീനത്തി ചമണ മദീനയിലുള്ളതായിരിക്കുന്ന പകർച്ചവ്യാധി നൊക്കില ഇര മഹയ്യ മഹയ്യയിലേക്ക് നീക്കപ്പെടുന്നതാണ്. വഹിയൽ ജുഫ ഏതന്നെയാണത്? ജുഫ് തന്നെ. റവാഹുൽ ബുഖാരി യുവാൻ സുഫിയാൻ ബിൻ അബി സുഹൈരിൻ അന്നഹു ഖാല സുഫിയാൻ എന്നവർ പറയാണ് സമീഅത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂലു റസൂൽ പറഞ്ഞു ഞാൻ കേട്ടു യഫ്തഉൽ യമൻ യമൻ വിജയിക്കും ഫയഅതി ഖൗമുൻ യബ്സൂൻ. അത് കേൾക്കുമ്പോൾ കുറേ ആൾക്കാർ ഓടി വരുന്നു എവിടേക്ക്? യമനിലേക്ക്. തഹമ്മലൂന ബിഅഹ്ലിഹിം വമനതാഹും തൻ്റെ അഹ്ലിനെയും തനിക്ക് അനുസരിക്കുന്നവരെയും കൊണ്ട് അവർ യാത്ര തിരിക്കുന്നു യമനിലേക്ക്. ഇന്ന് റസൂലുള്ള പറയാണ് വൽ മദീനത്തു ഖൈറുൽ ലഹും മദീന അവർക്ക് ഖൈറായിരുന്നു ലൗകാനു യഅലമൂൻ അവർക്ക് അറിയാണെങ്കിൽ മദീന വിട്ടോല് പോകില്ല. പിന്നെ യഫ്തഹു ഷാമു ഷാം വിജയിക്കുന്നതാണ്. ഫയഅതി ഖൗമുൻ യബ്സൂന അവർ കൗം വരും. യബ്സൂന അവർ വേഗം വണ്ടി വിടും, വേഗം ഓടിയെടുക്കുന്നു യമനിലേക്ക്. ഫയതഹമ്മലൂന ബിഅഹ്ലിഹിം വമൻതാഹും അഹ്ലിനെയും അവർക്ക് അനുസരിക്കുന്നവരെയും കൊണ്ട് അവർ യാത്ര തിരിക്കുന്നു. മദീനത്തു ഖൈറുൽ ലഹും മദീന അവർക്ക് ഖൈറാണ് ലൗകാനു യഅലമൂൻ. യഫ്തഹു ഷാമു ഷാം ഇസ്ലാമിൻ്റെ അധീനത്തിൽ വരും. ഫയഅതി ഖൗമുൻ യബ്സൂന ഫയതഹമ്മലൂന ബിഅഹ്ലിഹിം വമൻതാഹും ബിഅഹ്ലിഹിം മദീനത്തു ഖൈറുൽ ലഹും ലൗ കാനൂ യഅലമൂൻ. മുത്തഫഖുൻ അലൈഹി. മേമേ വായിച്ചൂടി. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമിർതു ബി ഖറിയത്തിൻ തൗകുലുൽ ഖുറാ എല്ലാ ഗ്രാമങ്ങളെയും തിന്നുകളയുന്ന ഗ്രാമം കൊണ്ട് കൽപ്പിക്കപ്പെട്ടു. എല്ലാ ഗ്രാമത്തിനെയും കൂടി മേലെ നിൽക്കുന്ന ഒരു ഗ്രാമത്തിൽ പോയി താമസിക്കാൻ എന്നോട് കൽപ്പിക്കപ്പെട്ടു. പിന്നെ യഖൂലൂന ജനങ്ങളാ നാട്ടിൽ പേര് വേറെ യസ്രിബ് എന്നാ. ജനങ്ങളെ പേര് പറയൽ എന്താണ്? യസ്രിബ്. വഹിയൽ മദീന അത് മദീനയാണ്. തൻഫിന്നാസ ജനങ്ങളെ അത് കഴുകി വൃത്തിയാക്കും. കമാ യൻഫിൽ കീറൂ ഓലോക്ക് വൃത്തിയാക്കും പോലെ. ഹബദൽ ഹദീദ് ഇരുമ്പിൻ്റെ കറയെ ഓലോക്ക് വൃത്തിയാക്കും പോലെ മനുഷ്യൻ്റെ എല്ലാ ഉള്ളിലെ കേട് മാറി തീർക്കും, മദീന തീർക്കും. പിന്നെ മുത്തഫഖുൻ അലൈഹി. വൻ ജാബിരി സമുറാനോ കാല സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ റസൂൽ പറഞ്ഞു ഞാൻ കേട്ടു ഇന്നല്ലാഹ സമൽ മദീനത താബ മദീനക്ക് അല്ലാഹു താബ എന്ന് പേര് വെച്ചിട്ടുണ്ട്. റവാഹു മുസ്ലിം. അന്ന അറാബിയൻ ബായ റസൂലുള്ളാഹി റസൂലുള്ളാഹിയുമായിട്ട് ബൈഅത്ത് നടത്തി വരെ ആദിവാസി വസാബൽ അറാബിയ വഹക്കും ബിൽ മദീന അങ്ങനെ അറാബിക്ക് മദീനയിൽ വെച്ച് പനി പിടിച്ചു. ഫത്തൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹിന്റെ ഹദറത്തിൽ ചെന്നു. ഫഖാല യാ മുഹമ്മദു ഇന്നെ അഖിൽനി ബിഅതി ബൈഅതി ഞാൻ ഇടപാട് വിടുക കേട്ടോ. കൈ കുറിച്ച് ബയ്യത്ത് ചെയ്തേനി ഞാൻ ക്യാൻസലാക്കുകയാണ്. ഞാൻ തന്ന ക്യാൻസൽ വിട്ടത് ഞാൻ നാട്ടിലേക്ക് പിടിച്ചു ഇന്നോട് കച്ചൂരാക്കാനെ. അതിനെ റസൂൽ സമ്മതിച്ചു ആടട്ടോ. പിന്നെ വന്നു ഫഖാൽ അഖിൽനി ബിഅതി ഫഅബ സുമ്മ ജാഅഹു ഫഖാൽ അഖിൽനി ബൈഅതി മൂന്ന് വട്ടം ഫാമ മൂന്നാം വട്ടം വിസമ്മതിച്ചു. ഫഖറജൽ അറാബിയ്യു ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നമൽ മദീനത്തു കൽകീരി. ആ അറാബി ഉത്തരവിന് ഹദറത്ത് പുറപ്പെട്ട ഉത്തരവി പറഞ്ഞു മദീന ഒരു ഓലോക്ക് പോലെയാണ്. തംഫി ഖുബ്സഹാ ഖബസഹാ ആ പിന്നെ അല്ലേ അതിലുള്ളതായിരിക്കുന്ന എല്ലാ വൃത്തികേടിനെയും അത് ഒഴിവാക്കി കളയും. അതുപോലെ തന്നെ അതിലുള്ള എല്ലാ പിന്നെ നല്ലതിനെയും അത് കലർപ്പ് ഒഴിവാക്കി വൃത്തിയാക്കി എടുക്കുകയും ചെയ്യും. മനസ്സിലായില്ലേ? ഇരുമ്പ് എന്ന സാധനം ഓലോക്കിലിട്ട് കറക്കിയിട്ടുണ്ടെങ്കിൽ കേടക്കള് പോയിട്ട് ശുദ്ധമായ ഇരുമ്പ് മാത്രം ബാക്കിയാവും. അതിന് ചളി കറയൊക്കെ പോയി തീരും. എന്നതുപോലെ മദീന എന്ന് പറഞ്ഞ സാധനം
എല്ലാ വിധത്തിലും ഹൈറ് മാത്രമേ ഉണ്ടാവുള്ളൂ, ഷർറൊക്കെ ഉണ്ടാവുള്ളൂ. തുവക്കുന്ന ഈ നബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി ലാ തഖുമു സഅതു ഖിയാമത്ത് നാൾ സംഭവിക്കൂല ഹത്താ തംഫീൽ മദീനതു ശിറാർഹാ, മദീന അതിൻ്റെ എല്ലാ ഷർറ സാധനത്തിനെയും കഴുകി വൃത്തിയാക്കുന്നത് വരെ കമായം ഫിൽ കീറുഹബദൽ ഹദീദ്, ഇരുമ്പിൻ്റെ കറയെ കീടത്തിനെ ഓലോക്ക് പൂക്കിക്കളയും പോലെ. റവാഹു മുസ്ലിം. وعنه أنه قال قال رسول الله صلى الله عليه وسلم على അങ്കാബിൽ മദീന, മദീനൻ്റെ എല്ലാ വഴികളുടെ മേലിലും ഉണ്ട് മലായിക്കത്തുൻ, മലക്കുകളുണ്ട്. മദീനയിലേക്ക് ഇതൊക്കെ വഴിയുണ്ടോ? അടക്കണ്ട്, മലക്കുകളുണ്ട്. ലാ യദ്ഖുലുഹാ ത്വഊൻ വലദ്ദജ്ജാൽ, കുത്തുകലശം വന്ന അസുഖം ആ വാതിലിക്കലോടെ പുറത്ത് ഉള്ളിൽ കയറൂല, ദജ്ജാലും മേലെ കയറൂല. മുത്തഫഖുൻ അലൈഹി. ദജ്ജാൽ വരാത്ത സ്ഥലം ഏതാണ്? മദീന. സല്ലല്ലാഹു അലൈഹി വസല്ലം ലൈസ മിൻ ബലദിൻ ഇല്ലാ സയതഉഹു ദജ്ജാൽ ഇല്ലാ മക്കത വൽ മദീന, സർവ നാട്ടിലും ദജ്ജാൽ കാലുകുത്തും, ഏതൊഴികെ മക്കയും മദീനയും ഒഴികെ. ലൈസ നഖബും മിൻ അൻകാബിഹാ, മദീനയ്ക്കുള്ളതായിരിക്കുന്ന വഴികളിൽപ്പെട്ട വഴി തന്നെ ഇല്ല. ഇല്ല അലൈഹിൽ മലായിക സാഫീന, ആ വഴികളൊക്കെ മലക്കുകൾ വന്നിട്ടല്ലാതെ സൊഫ് കെട്ടിങ്ങോണ്ട്. യഹ്റുസൂനഹ, ആ മലക്കുകളൊക്കെ മദീനയെ കാക്കും. ഫൻസിലു സബ്ഖാ ഫതർജുഫുൽ മദീന മാ ബിഅഹ്ലിഹാ, ഇന്ത്യയിൽ മാഹിലിനായി ഇതിലെ ബിഅഹ്ലിഹാ ഫൻസിലു സബ്ഖാ. അങ്ങനെ ആ ചങ്ങായി ഉണ്ടല്ലോ, എങ്ങനെ ഈ ചങ്ങായി ആര്? ദജ്ജാലേ. ദജ്ജാൽ ഇറങ്ങും, സബ്ഖ എന്ന് പറയുന്ന സ്ഥലത്ത് ഇറങ്ങും. ഫതർജുഫുൽ മദീന ബിഅഹ്ലിഹാ തലാത റജ്ഫാത്ത്, മദീന അയലുകാരെ കൊണ്ട് 3 കുലുങ്ങലങ്ങ് കുലുങ്ങും. ഫഖ്റുജു ഇലൈഹി കുല്ലു കാഫിരിൻ വ മുനാഫിഖുൻ, അപ്പോൾ എല്ലാ കാഫിറും മുനാഫിക്കും മദീനയിൽ നിന്ന് ആ സബ്ഖയിലേക്ക് അങ്ങ് ഇറങ്ങിപ്പോകും. മനസ്സിലായില്ലേ? പിന്നെ മുത്തഫഖുൻ അലൈഹി. വഅൻ സഅദ് റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യകീദു അഹ്ലൽ മദീനത അഹദുൻ, മദീനൻ്റെ അഹ്ലുകാർ ഒരാൾക്കും വഞ്ചിക്കാൻ കഴിയില്ല. ഇല്ലാ അൻമാ ഇല്ലന്മാ, പിന്നെ ഉരുകിയിട്ടല്ലാതെ. കമായന്മാവുൽ മിൽഹു ഫിൽ മാ, വെള്ളത്തിലിട്ട ഉപ്പൊരുകും പോലെ ഉരുകിപ്പോയിട്ടല്ലാതെ മദീനക്കാർക്കെതിരെ ഒരാളും തന്നെ ചതിപ്രയോഗം നടത്തൂല. മുത്തഫഖുൻ അലൈഹി. വൻ അനസ് റളിയല്ലാഹു അൻഹു അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന നബികളായിദാ ഖദിമ മിൻ സഫരിൻ, യാത്രയിൽ മുന്നിട്ട് വരുമ്പോൾ ഫനദറ ഇലാ ജുദറാത്തിൽ മദീന, മദീനയിലായിരിക്കുന്ന ഓരോ മതിലുകളിലേക്കും നോക്കും. നോക്കുന്നവരായി നോക്കുകയും ചെയ്താൽ ഔലറാഹിലത്തഹൂ, നബിതങ്ങൾ അതിൻ്റെ വണ്ടി ഒന്ന് സ്പീഡാക്കും. വൈകാനാല ദാപത്തിൻ, മൃഗത്തിൻ്റെ മുകളിലാണെങ്കിൽ ഹറക്കഹ, അതൊന്നും ഇങ്ങനെ പിടിച്ച് കൊലുക്കും. ഹബ്ബിഹാ, മദീനയുള്ള പ്രേമം കാരണമായി. റവാഹുൽ ബുഖാരി. വഅൻഹു അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തലഅലഹു ഉഹുദുൻ, നബിതങ്ങളെ ഉഹുദ് വെളിവായി. ഫഖാല, ഹാദാ ജബലുൻ യുഹിബ്ബുനാ വനുഹിബ്ബുഹു, ഇതൊരു പർവ്വതമാണ്, ആ ജബലിന് നമ്മളോട് ഹബ്ബുണ്ട്, നമുക്ക് അതിനോട് ഹബ്ബുണ്ട്. അല്ലാഹുമ്മ ഇന്ന ഇബ്രാഹിം ഹറമ മക്ക, അല്ലാഹുവേ നബിയുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം മക്ക ഹറമായി പ്രഖ്യാപിച്ചു. വഇന്നി ഉഹർരിമു മാ ബൈന ലാബതൈക, എന്ന ഈ മദീനയുടെ 2 പാറക്കല്ലിൻ്റെ ഇടയിലുള്ള സ്ഥലത്തെ ഹറമായി ഞാൻ ഇതാ പ്രഖ്യാപിക്കുന്നു. മുത്തഫഖുൻ അലൈഹി. വൻ സൈദ് ഇബ്നു സഅദ് അന്നഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ വായിച്ചോളി. ഉഹുദുൻ ജബലുൻ യുഹിബ്ബുനാ വനുഹിബ്ബുഹു, റവാഹുൽ ബുഖാരി. അൽ ഫസ്ലു സാനി അൻ സുലൈമാൻ ഇബ്നു അബി അബ്ദില്ലാഹി റളിയല്ലാഹു അൻഹു അന്നഹു ഖാല, സുലൈമാൻ എന്നവർ പറയുന്നു, റഅയ്തു സഅദ് ഇബ്നു അബി വക്കാസ്, ഞാൻ സഅദ് റളിയല്ലാഹു അൻഹു കണ്ടു. എന്തായിട്ട് കണ്ടു? അഖദ റജുലൻ, ഒരാളെ പിടികൂടുന്നത് കണ്ടു. എന്താണ് അയാൾക്ക് പരിപാടി അറിയോ? യസീദു ഫി ഹറമിൽ മദീന,
മദീന ഹറമിൽ അയാൾ ഒരു വേട്ടജീവിയെ വേട്ടയാടുന്നത് കണ്ടു. അങ്ങനത്തെ ഒരാളെന്ത് ചെയ്തു? സഅദ് റളിയല്ലാഹു കൈകാര്യം ചെയ്യുന്നത് ആര് കണ്ടു? പിന്നെ സുലൈമാൻ എന്നൊരു കണ്ടു. അല്ലദീ ഹറമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹറമാണെന്ന് ഈ ഉമ്മത്തിന് പഠിപ്പിച്ച മദീന ഹറമെന്ന് വേട്ടയാടിയതായ ഒരു അടിമനെ, ഒരു അടിമയാണ് വേറെ റിപ്പോർട്ടിൽ വന്നത്. ഒരു അടിമയായിരുന്നു ആ റജുൽ എന്ന് വേറെ റിപ്പോർട്ടിൽ വന്നത്. ആ അടിമനെ സഅദ് റളിയല്ലാഹു അൻഹു എന്ത് കണ്ടു? വേട്ടയാടുന്നത് കണ്ടു. ഇപ്പോൾ സലബഹു, സഅദ് എന്നവർ അദ്ദേഹത്തെ അഴിച്ചു, അഥവാ സിയാബഹു, അദ്ദേഹത്തിൻ്റെ വസ്ത്രം കഴിച്ചു. ബഅദ് ബദൽ എന്ന് തന്നെ പറയാം അല്ലേ, ഇസ്തിമാൽ ബദൽ. അദ്ദേഹത്തെ അഴിച്ചു പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വസ്ത്രത്തെ അഴിച്ചു. ഫജാഅ മവാലിഹി, ഈ അടിമൻ്റെ യജമാനന്മാരൊക്കെ വന്നു. ഫകല്ലമൂഹു, ഇയാളോട് അവർ സംസാരിച്ചു. ഈ അടിമൻ്റെ കാര്യത്തിൽ നിങ്ങളെന്തായി കാട്ടുന്നത്? നമ്മൾ അടിമൻ്റെ ശരീരത്തിൽ ഒന്നായിട്ട് അഴിച്ചു കൊണ്ടുപോകുക, എത്ര ഉറുപ്പ്യൻ്റെ സംഭവത്തുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. ഫഖാല സഅദ് റളിയല്ലാഹു ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹറമ ഹാദൽ ഹറം, ഈ ഹറമിനെ ഹറമായി അല്ലാഹു റസൂൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വഖാല, അങ്ങോട്ട് തങ്ങൾ പറഞ്ഞു, മൻ അഖദ അഹദൻ യസീദു ഫീഹി, ഈ മദീനയിൽ വേട്ടയാടിയ ഒരാളെ ആരെങ്കിലും പിടികൂടിയാൽ ഫല്യസ്ലുബുഹു, അവൻ്റെ മേത്തുള്ളതൊക്കെ അഴിച്ചുകൊണ്ട് പോയിക്കോട്ടെ. വസ്ത്രമാണെങ്കിലും ഇനി വേറെ സ്വർണ്ണാഭരണമാണെങ്കിലും എന്താണെങ്കിലും അഴിച്ചുകൊണ്ട് പോയിക്കോട്ടെ. പിന്നെ ഫലാ അറുദ്ദു അലൈക്കും തുഅമതൻ, എൻ്റെ ഒരു സമ്പാദ്യം ഞാൻ നിങ്ങളുടെ മേൽ മടക്കി തരൂല. അത്അമനി ഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി എനിക്ക് നൽകിയ സമ്പാദ്യം ഉണ്ടല്ലോ, വേറെ തരൂലായിരുന്നു. പിന്നെ വലാക്കിന്നി ഷീത്തും ദഫഅത്തു ഇലൈക്കും സമരഹു, വാണെങ്കിൽ അതിൻ്റെ വില വാണെങ്കിൽ നിങ്ങൾക്ക് വാണെങ്കിൽ തരാൻ എനിക്ക് ബാധ്യത ഉണ്ടായിട്ടൊന്നും അല്ല, ആ സാധനം ഞാൻ എന്ത് ചെയ്യൂല, തരൂല. റവാഹു അബൂ ദാവൂദ്. പിന്നെ വഅൻ സ്വാലിഹിൻ മൗലല്ലി സഅദ് റളിയല്ലാഹു അൻഹു, സഅദ് റളിയല്ലാഹുവിൻ്റെ മൗലയാകുന്ന സാലിഹ് നേരത്തെ റിപ്പോർട്ട്, അന്ന സഅദൻ വജദ അബീദൻ മിൻ അബീദിൽ മദീന, മദീനയിലെ അടിമകളെ കൂട്ടത്തിൽപ്പെട്ട ഒരു അടിമയെ സഅദ് റളിയല്ലാഹു അൻഹു എത്തിച്ചു. യഖ്തഊന മിൻ ഷജരിൽ മദീന, മദീന വൃക്ഷങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ഒരു വൃക്ഷത്തെ മുറിച്ചു കൊണ്ടിരിക്കുന്നതായ അടിമകളെ കൂട്ടത്തിൽപ്പെട്ട ഒരു അടിമയെ കിട്ടി. ഫഅഖദ മതാഅഹും, ആ അടിമകളുടെ ചരക്കുകളെ സഅദ് റളിയല്ലാഹു അൻഹു പിടികൂടി. വഖാല യഅനീലി മവാലിഹിം, അവരുടെ ചരക്ക് എന്നാണ് ഉദ്ദേശിക്കുന്നത് ആരെയാണ്? മൗലകളുടെ ചരക്ക് പിടികൂടി. സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, യഥാർത്ഥ അടിമൻ്റെ മുതലല്ല, അടിമക്ക് മുതലുണ്ടാവില്ലല്ലോ. അടിമൻ്റെ മുതൽ ആരെ മുതലാ? ഓലെ മൗല, അവരുടെ യജമാനന്മാരെ സ്വത്താ. അതാണ് ആരെ കൈകളിൽ ഉണ്ടായിരുന്നത്? ഈ അടിമകളുടെ കയ്യിൽ. അതാണ് ആര്? സഅദ് റളിയല്ലാഹു പൊക്കിയത്. റസൂലുള്ള പറഞ്ഞ ഞാൻ കേട്ടിട്ടുണ്ട്, യൻഹാ, വിലക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അയ്യുഖ്തഅ മിൻ ഷജരിൽ മദീന ശൈഉൻ, മദീന വൃക്ഷങ്ങളിൽ നിന്ന് ഒരു ഷൈനെ മുറിക്കപ്പെടലിന് അത് വിലക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. വക്കാല, തങ്ങൾ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്, മൻ ഖതഅ മിന്നു ഷൈഅൻ, ഈ മദീന വൃക്ഷത്തിൽപ്പെട്ട ഒരു വൃക്ഷത്തെ ആരെങ്കിലും മുറിച്ചാൽ ഫലിമൻ അഖദഹു, അവനെ പിടികൂടി അവനിക്കുണ്ട് സലബുഹു, അവൻ്റെ കൈവശമുള്ളത് മുഴുവൻ ഊരിയെടുക്കലുണ്ട്. റവാഹു അബൂ ദാവൂദ. പിന്നെ വഅനിൽ സുബൈരി റളിയല്ലാഹു അൻഹു അന്നഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന സയ്യിദ വജ്ജിൻ വഇലാഹു ഹറമുൻ മുഹറമുൻ ലില്ലാഹ്. പിന്നെ ത്വായിഫിൻ്റെ ഭാഗത്തുള്ള ഒരു സ്ഥലത്തിൻ്റെ പേരാണ് വജ്ജ്. ഇന്ന സയ്യിദ വജ്ജിൻ, വജ്ജ് എന്ന സ്ഥലത്തുള്ളതായിരിക്കുന്ന വേട്ടമൃഗവും വൈലാഹു, അവിടെ ഉള്ളതായിരിക്കുന്ന മുള്ളുമരങ്ങളും ഒക്കെ ഹറമാൻ, അത് അള്ളാഹുവിനിക്ക് വേണ്ടി ഹറമായി പ്രഖ്യാപിക്കപ്പെട്ടതാണ്. റവാഹു അബൂ ദാവൂദ്. വഖാൽ മുഹീസുന്ന വജ്ജുൻ, വജ്ജ് എന്ന് പറഞ്ഞാൽ ദക്കറു അന്നഹ മിന്ന താഹിയത്തി ത്വായിഫ്, ത്വായിഫിൻ്റെ ഒരു അരൂരിൽ പെട്ടതായിരിക്കുന്ന ഭാഗങ്ങളിൽപ്പെട്ട ഒരു ഭാഗമാണ് വജ്ജ് എന്ന് ഉലമാ പറയുന്നുണ്ട്. എന്നാര് പറഞ്ഞിട്ടുണ്ട്? മുഹീസുന്ന പറഞ്ഞിട്ടുണ്ട്. മുഹീസുന്ന മസാബീന മുസന്നിഫേ.
വക്കാല ഖത്താബി അറിയുന്നു അന്നഹു ബദലുൻ, അന്നഹു എന്താണ് ഇന്നഹു എന്നുള്ള സ്ഥാനത്ത് ഇന്നഹ എന്നാണ് അവിടെ ഖത്താബി പറഞ്ഞത്. ദക്കറു ഇന്നഹ അല്ലെ അന്നഹ എന്ന് പറഞ്ഞില്ലേ, അന്നഹ എന്നതിൻ്റെ സ്ഥാനത്ത് അന്നഹു എന്നാണ് ഖത്താബി പറഞ്ഞത്. ഇവിടെ ഹ എന്നല്ല ഉള്ളത്. പിന്നെ വക്കാല ഇബ്നു ഉമറ റിപ്പോർട്ട് അന്നഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഇസ്തതാഅ, ആർക്കെങ്കിലും കഴിയുമെങ്കിൽ, എന്തിന് കഴിയുമെങ്കിൽ, അൻ യമൂത ബിൽ മദീന, മദീനയിൽ വെച്ച് മരിക്കാൻ കഴിയുമെങ്കിൽ, മദീനയിൽ നിന്ന് മരിക്കാൻ ആർക്കെങ്കിലും കഴിഞ്ഞെങ്കിൽ ഫൽ യമൂത് ബിഹ, മദീനയിൽ പോയി മരിക്കട്ടെ. ഒരാൾക്ക് മദീനയിൽ നിന്ന് മരിക്കാൻ കഴിയുമെങ്കിൽ മദീനയിൽ പോയി മരിക്കട്ടെ. അവിടെ പോയി തൂങ്ങുക അല്ല, അതിനുള്ള തൗഫീഖ് ഉണ്ടാകുമായിരിക്കുക. അതിന് വേണ്ടി മനസ്സിൽ കഠിനമായി ആഗ്രഹിക്കുകയും ചെയ്യുക. അപ്പം അതിനെ ആഗ്രഹം അള്ളാഹു കൊടുത്തോളും. പിന്നെ ഫൈന്നി അശ്ഫഉ, ഞാൻ റെക്കമെൻഡ് ചെയ്യും, ലിമൻ ഒരുത്തനിക്ക് യമൂത്ത് ബിഹാ, ഈ മദീനയിൽ വെച്ച് മരിച്ചവനിക്ക് നാളെ ഞാൻ ശഫാഅത്ത് ചെയ്യുമെന്ന് റസൂലുള്ളാഹി റവാഹു അഹ്മദു വതിർമിദി വഖാല ഹാദാ ഹദീസുൻ ഹസനുൻ സ്വഹീഹുൻ ഗരീബുൻ ഇസ്നാദൻ, സനദിനാൽ ഗരീബാണെങ്കിലും ഹദീസ് സ്വഹീഹാണ്. പിന്നെ വൻ നബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആഖിറു ഖറിയത്തിൻ മിൻ ഖുറൽ ഇസ്ലാം, പിന്നെ ഇസ്ലാമിൻ്റെ കറികളിൽ അവസാനത്തെ കറിയ, പിന്നെ ഖറാബൻ, തരിപ്പണമാകലിനാൽ അവസാനം തരിപ്പണമാകുന്നത് അൽ മദീന, ഇസ്ലാമിൻ്റെ അധീനത്തിൽപ്പെട്ട ഗ്രാമങ്ങളെ കൂട്ടത്തിൽ അവസാനം തകർന്നടിയുന്നത് മദീനയാണ്. ഖറാബിനാൽ അവസാനത്തത് ഏതാണ്? മദീനയാണ്. അതിങ്ങനെ ജ്വലിച്ചു തന്നെ നിൽക്കും. റവാഹു തിർമിദി വഖാല ഹാദാ ഹദീസുൻ ഹസനുൻ ഗരീബ്. വഅൻ ജരീർ ഇബ്നു അബ്ദില്ലാഹി അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാല ഇന്നല്ലാഹ ഔഹാ ഇലയ്യ, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ കൊള്ള വഹി അറിയിച്ചു, അയ്യഹാ ഉലായി നസൽത, നബിയെ തങ്ങൾ ഈ മൂന്നെണ്ണത്തിൽ എവിടെ ഇറങ്ങിയാലും, ഈ മൂന്നെണ്ണം എന്ന് പറഞ്ഞാൽ ഫഹിയ ദാറു ഹിജ്റത്തിക, അത് തങ്ങളുടെ ഹിജ്റയുടെ നാടാവുന്നു നബിയേ. ഒന്ന് മദീന, അവിൽ ബഹ്റൈൻ, അവിൽ ഖൻസറൈൻ. റവാഹു തിർമിദി. മൂന്നാമത്തെ കുറച്ചുകൂടി ഓർമ്മ പറ്റും. അൽ ഫസ്ലു സാലിസു അൻ അബീ ബക്രത്താനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, റസൂലുള്ള പറയാണ്, ലാ യദ്ഖുലു മദീനത റുഅബുൽ ദജ്ജാൽ, മസീഹ് ദജ്ജാൽ, മസീഹ് ദജ്ജാലിൻ്റെ ബേജാറ് മദീനയ്ക്ക് കടക്കൂല. മദീനയുള്ളവർക്ക് ആർക്കും എന്ത് പേടിച്ചണ്ട, ഇങ്ങോട്ട് ദജ്ജാൽ വരുന്ന് പേടിക്കണ്ട. ഓനെ കൊണ്ടുള്ള ഷെറ് കൊടുക്കുക കേൾക്കൂല, മദീന കേൾക്കൂല. ലഹാ യൗമൈദിൻ സബഅതു അബ്വാബ്, ആ ദജ്ജാൽ പുറപ്പെടുന്ന കാലത്ത് മദീനയിലേക്ക് 8 റോഡുണ്ടാവും. ഹൈവേ എത്ര ഉണ്ടാവും? 7 വഴികളുണ്ട്. അലാ കുല്ലി ബാബിൻ മലക്കാൻ, എല്ലാ വാതിൽക്കലും ഡബിൾ മലക്കുണ്ട്. പിന്നെ റവാഹുൽ ബുഖാരി. വഅൻ അനസ് റളിയല്ലാഹു അൻഹു അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാൽ അല്ലാഹുമ്മ ജഅൽ ബിൽ മദീനത്തി ളിഫി മാ ജഅൽത ബിമക്ക മിനൽ ബറക, ളിഫൈ മാന്നാ വേണ്ട അവിടെ, ളിഫൈ. അല്ലാഹുവേ മദീനയിൽ നീ ആക്കണം, അല്ലാ ളിഫൈ മാ ജഅൽത ബിമക്ക, മക്കയിൽ നീ ആക്കിയതിൻ്റെ ഡബിളാക്കണം അല്ലാ. ഒന്നതിനാൽ ബർക്കത്തിനാൽ, നീ മക്കത്ത് ചെയ്ത ബർക്കത്തെ ഇരട്ടി ബർക്കത്ത് അവിടെ ചെയ്യണേ, മദീനയിൽ ചെയ്യണേ. മുത്തഫഖുൻ അലൈഹി. പിന്നെ വൻ റജുലിൻ മിൻ ആലിൽ ഖത്താബ്, ഖത്താബ് എന്നവരുടെ കുടുംബത്തിൽപ്പെട്ട റജുലത്തെ റിപ്പോർട്ട്, ഉമറല്ല കേട്ടോ, വേറെ ഏത് ഒരാൾ. അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാല, മുത്തനബി പറയാണ്, മൻ സാറനി മുതഅമ്മിദൻ, മൻ ആരെങ്കിലും സാറനി എന്നെ സന്ദർശിച്ചാൽ, മുതഅമ്മിദൻ മാണം നച്ചിങ്ങാണ്ട് പോയി ബൈക്ക കയറിയതോ അതല്ലെങ്കിൽ വേറെ ഉദ്ദേശത്തിന് വന്നപ്പോൾ കയറിയതോ അല്ല, എന്നെ കാണാനായിട്ട് വന്ന് എന്നെ സിയാറത്ത് ചെയ്താൽ. പിന്നെ
കാന ഫീ ജിവാരി യൗമൽ ഖിയാമ, അവൻ എൻ്റെ ചാരത്തായിരിക്കും അന്ത്യനാളിൽ. അങ്ങനെയാണ്. വമൻ സക്കനൽ മദീന, ആരെങ്കിലും മദീനയിൽ പാർത്താൽ വസബറാല ബലാഇഹ, മദീനയിൽ ഉണ്ടാകുന്ന എല്ലാ ബലാഇന്മേലും ക്ഷമിക്കുകയും ചെയ്താൽ കുന്തുലഹു ഷഹീദൻ ഔ ഷഫീഅൻ യൗമൽ ഖിയാമ, ഞാൻ അവന് വേണ്ടി ഷഹീദാവും അല്ലെങ്കിൽ ഷഫീആവും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വമമാത ഫീ അഹദിൽ ഹറമൈൻ, രണ്ട് ഹറമിൽപ്പെട്ട ഒരു ഹറമിൽ ആരെങ്കിലും മരിച്ചാൽ ബഅസഹുല്ലാഹു മിനൽ ആമിനീന യൗമൽ ഖിയാമ. ബൈഹഖിൻ്റെ റിപ്പോർട്ടാണ് കേട്ടോ, ബൈഹഖിൻ്റെ ഹദീസാണ്. റവാഹുല്ല ചർച്ചയാണ്, അന്തം വിട്ടിക്കണ്ട. എല്ലാ ഹദീസിനും റവാഹു ഫുലാൻ എന്ന് പറയലുണ്ട്, ഇവിടെ ഇതില്ല, ഇല്ല. ഇൻഷാ അല്ലാഹ് ബൈഹഖിൻ്റെ ഹദീസാണത്. ഏതായാലും അവനെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിർഭയന്മാരിൽ പെട്ടുകൊണ്ട് അന്ത്യനാൾ യാത്ര അയക്കും. ഖബർ നീച്ചിരുമ്പോൾ ബേജാറുണ്ടാവില്ല, മനസ്സിലല്ലേ? കാരണം മരിച്ചത് എവിടെ കിടക്കണത്? മക്കത്ത്. അല്ല എവിടെ കിടക്കണത്? മദീനത്ത്. ഈ രണ്ടാല സ്ഥലത്ത് നിന്ന് അടങ്ങി കിടക്കുന്നവൻ എന്ത് വേണ്ട? നാളെ വിളിയാളം വരുമ്പം ബേജാറാകണ്ട. ഇബ്നു ഉമർ മർഫൂഅൻ, മൻ ഹജ്ജ, ആരെങ്കിലും ഹജ്ജ് ചെയ്താൽ ഫസാറ ഖബരി, എൻ്റെ ഖബർ സിയാറത്ത് ചെയ്താൽ ബഅദ മൗതി, ഞാൻ വഫാത്തായതിന് ശേഷം എൻ്റെ ഖബറിൽ ആരെങ്കിലും സിയാറത്തിന് വന്നാൽ കാന കമൻ സാറനി ഫി ഹയാത്തി, ജീവിതകാലത്തിൽ എന്നെ അവൻ കാണാൻ വന്നതുപോലെയാണ്. അല്ല, സാറ എന്നുള്ള വാക്കിനെ ഉപയോഗിക്കൽ എവിടെയാണെന്നറിയോ? ജീവിക്കുന്ന ആളെ സന്ദർശിക്കണതിന് സാറ അറിയാം. ഒരു ജീവല്ലാത്ത സാധനത്തിന് ഏതെങ്കിലും നിങ്ങൾ പോയാണ്ട് എന്തെങ്കിലും പിന്നെ ഇവിടെയൊക്കെ കാണാൻ പോകുന്നുണ്ടല്ലോ കുട്ടികൾ, പല കാഴ്ചബംഗ്ലാവും അതും ഇതൊക്കെ കാണാൻ വേണ്ടി പോകുന്നുണ്ടല്ലോ. ആ കാണാൻ പോകുന്നതിന് സാറ അറിയില്ല. ഒരു ജൈവമുള്ള മനുഷ്യനെ സന്ദർശിക്കണതിന് എന്താ പറയുക? സാറ എന്ന് പ്രയോഗിക്കൽ തന്നെ. ഒരു സിയാറത്ത് എന്ന് പറഞ്ഞത് ഒരു പള്ളി കാണാൻ പോണ സാറൽ മസ്ജിദ അറിയില്ല, ഇല്ലേ? അതേ സ്ഥലത്തിൽ ഖബറിനെ പറ്റി പറഞ്ഞിടത്ത് എന്താ പറഞ്ഞത്? സാറ എന്നാണ് പ്രയോഗിച്ചത്. അപ്പോൾ സന്ദർശിക്കുന്ന ശരിക്ക് നമ്മളെ പോലത്തോലൊക്കെ കാണുന്നത് ഖബറേ കാണുള്ളൂ എങ്കിലും ശരിക്കും മനുഷ്യൻ എങ്ങനെ ആയിരിക്കണം? ആ ഖബറാളിനെയാണ് നമ്മൾ എന്ത് ചെയ്യണത്? ശരിക്ക് സന്ദർശിക്കുന്നത്. ഇതിനർത്ഥം വെച്ചാൽ ഞാട്ട് റവാഹുമ അൽ ബൈഹഖി ഫി ശുഅബിൽ ഈമാൻ. ഇപ്പോഴത്തെ ഹദീസും മുമ്പത്തെ ഹദീസും ബൈഹഖി റിപ്പോർട്ട് ചെയ്താണ് ശുഅബുൽ ഈമാൻ. عن يحيى بن سعيد أن رسول الله صلى الله عليه وسلم كان جالسا وقبر يحفر بالمدينة. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുകയായിരുന്നു. അവർ ഖബർ ഇങ്ങനെ കൊയ്ക്കപ്പെടുകയാണ് മദീനയിൽ. ഫാത്തുല റജുലും ഫിൽ ഖബരി, അപ്പണ്ടല്ലോ ഒരാൾ ആ ഖബറിലേക്ക് എത്തി നോക്കി. ഫത്തല റജുലുൻ ഫിൽ ഖബരി, ഫത്തല എന്നാട്ടോ, ഒരു മനുഷ്യൻ വന്നിട്ട് ഖബറിലേക്കൊന്ന് എത്തി നോക്കി. ഫഖാല ബീസ മദ്ജഉൽ മുഅ്മിനി, മുഅ്മിനിൻ്റെ കിടക്കുന്ന സ്ഥലം വളരെ മോശം എന്ന് പറഞ്ഞ അദ്ദേഹം. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് കേട്ടപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ബിഇസ മാ ഖുൽസ്, പറഞ്ഞു ശരിയായില്ല. ഇയാൾ ഖബർക്ക് ആലോചിക്കാണ്ട് മനുഷ്യന് കിടക്കാനുള്ള സ്ഥലം വളരെ മോശമാട്ടോ ആറ്. ഇത് പറഞ്ഞപ്പോൾ എന്ത് ചെയ്ത്? ആ പറഞ്ഞ ആളെ മുത്തുനബി എന്ന് തിരുത്തി. കാല റജുലു ഇന്നീലം വരിത് ഹാദാ, നബിയേ ഞാൻ ഇദ്ദേഹത്തെ ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. ഇന്നമാറത്തുൽ ഖത്ല ഫീ സബീലില്ലാഹ്, അള്ളാഹിൻ്റെ മാർഗത്തിലുള്ള ഖത്ലിനെ പറ്റിയാണ് നബിയെ ഞാൻ ഈ പറഞ്ഞത്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി ലാ മിസ്ലൽ ഖത്ലി ഫീ സബീലില്ലാഹ് മാ അലൽ അർളി ബുഖഅത്തുൻ അഹബ്ബു ഇലയ്യ അൻ യകൂന ഖബ്രി ബിഹാ മിൻഹാ. അള്ളാഹിൻ്റെ മാർഗത്തിലുള്ള ഖത്ലിനെ പോലെയും അല്ല. മാ അലൽ അർളി, ഭൂമിൻ്റെ മേലില്ല, ബുഖഅത്തുൻ ഒരു നാടും തന്നെ ഇല്ല, അഹബ്ബു ഇലയ്യ എന്നിലേക്ക് അഹബ്ബായൊരു നാടും തന്നെ ഇല്ല, യകൂന ഖബ്രി ബിഹാ എൻ്റെ ഖബർ ആ നാട്ടിലാകുന്ന, മിൻഹാ മദീനയേക്കാൾ എൻ്റെ ഖബർ ഒരു നാട്ടിലും ആയാൽ എനിക്ക് ഇഷ്ടമില്ല, അഹബ്ബല്ല മദീനയിലാവുന്നതിനേക്കാൾ. എത്ര വട്ടം പറഞ്ഞു? സലാസ മറ, 3 വട്ടം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒരു മനുഷ്യന് മുഅ്മിനായ മനുഷ്യന് പോയി കിടക്കാനുള്ള സ്ഥലം വളരെ മോശം എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയാൻ പാടില്ല എന്ന് പറഞ്ഞ പോലെ നബി ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ ഷഹീദായ മനുഷ്യനെന്നുള്ള നോക്കുമ്പോൾ അതെന്തല്ല, അത് നോക്കിയാലും അങ്ങനെ തന്നെ അല്ല. മദീനത്തല്ലേ ഇയാൾ കിടക്കണത്. മദീനത്ത് കിടന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ആ കിടത്തം തന്നെ അയാൾക്ക് എന്താണ്? പിന്നെ റവാഹു
മാലിക്കുൽ മുർസൽ വാൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അന്നഹു ഖാല ഖാല ഉമർ ഖത്താബ് ഉമർ ഖത്താബ് പറയാണ് സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ റസൂലുള്ളാഹിനെ കേട്ടു. അപ്പോൾ നബി തങ്ങൾ അവിടെ നിൽക്കണേ വഹുബി വാദിൽ അഖീഖ് അഖീഖ് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു താഴ്വരയിലാണ്. ആ സമയത്ത് റസൂലുള്ളാഹിനെ കേട്ടു യഖൂലു പറഞ്ഞത് കേട്ടു അതാനി ലൈലത്താത്തിൻ ഇക്കഴിഞ്ഞ രാത്രി എൻ്റെ അടുത്ത് വരുന്നൊരാൾ വന്നു മിർ റബ്ബി എൻ്റെ റബ്ബിൻ്റെ വക്കൽ നിന്ന് ഇക്കഴിഞ്ഞ രാത്രി എൻ്റെ രക്ഷിതാവിൻ്റെ വക്കൽ നിന്ന് വരുന്നൊരാൾ എൻ്റെ അടുത്ത് വന്നു ഫഖാല സല്ലി ഫീ ഹാദൽ വാദിൽ മുബാറക് ഈ ബറക്കത്തക്കാട് താഴ്വരയിൽ ഒന്ന് നിസ്കരിക്കണം നബിയേ വഖുൽതു വഖുൽ ഉംറത്തുൻ ഫീ ഹജ്ജത്തിൻ വഫി റിവായത്തിൻ വഖുൽ ഉംറത്തുൻ വഹജ്ജത്തുൻ റവാഹുൽ ബുഖാരി. എന്ത് പറയണം? ഹജ്ജിലുള്ള ഉംറയാണ്. അവർ റിപ്പോർട്ടിലുള്ളത് ഹജ്ജത്തും ഉംറത്തുൻ ഹജ്ജും ഒരു ഉംറയുമാണ്. കാരണം ആ സ്ഥലത്ത് നിസ്കരിക്കുന്നതിൻ്റെ മഹത്വമാണത്. റവാഹുൽ ബുഖാരി.